എല്ലാവർക്കും നമസ്കാരം. CC RRB ബാങ്ക് എക്സാം ചാനലിന്റെ മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് ഷൈജു. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, നമുക്കറിയാം നമ്മുടെ ഈ ഒരു കരിയർ കാലഘട്ടം എന്ന് പറഞ്ഞാൽ സമാനതകളില്ലാത്ത ഒരു കരിയർ കാലഘട്ടമാണ്. കാരണം നമ്മുടെ മുമ്പിലെ വലിയൊരു അവസരങ്ങളുമായിട്ടാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് വീണ്ടും നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയാകുക എന്നുള്ള നിങ്ങളുടെ വലിയൊരു മോഹം, അത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ള ഒരു വലിയൊരു സാധ്യതയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അങ്ങനെ 2025 നമ്മൾ ഒരുപാട് പരീക്ഷകൾ എഴുതി അല്ലേ? അവസാനം ഗ്രൂപ്പ് ഡി വരെയുള്ള പരീക്ഷകൾ എഴുതി മാറി. അത് 2024 വന്ന നോട്ടിഫിക്കേഷൻ ആയിരുന്നു. 2025 നമ്മുടെ മുമ്പിലേക്ക് ഈ പറയുന്ന പോലെ NTPC ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷനും വന്നു. ഇനി വരേണ്ടതായിട്ടുള്ളതുണ്ട്. 2026 ആനുവൽ കലണ്ടർ കൂടി നമ്മുടെ മുമ്പിലേക്ക് കഴിഞ്ഞ ദിവസം വന്നു. അപ്പൊ ഞാന് ഈ കേരളത്തിൽ നിന്നുള്ള റെയിൽവേ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു അനാലിസിസ് നടത്തിയ സമയത്തെ ഇപ്പോഴും ഒരു ജാഗ്രത കുറവുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്ത ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. അവരൊന്നും സീരിയസ് ആയിട്ട് പഠിക്കുന്നതായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. നമ്മുടെ മുമ്പിൽ കിട്ടുന്ന ഈ ഒരു വലിയൊരു അവസരം നമ്മളത് കൃത്യമായിട്ട് വിനിയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വീണ്ടും ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് വിചാരിച്ചത്. 2025, 2026 കാലഘട്ടം നമ്മുടെ മുമ്പിൽ കിട്ടിയ വലിയൊരു അവസരങ്ങളുടെ കാലഘട്ടമായിട്ട് മാറുകയാണ്. അപ്പോൾ 2025 നമ്മുടെ മുമ്പിലേക്ക് 1-2 തസ്തികയുടെ നോട്ടിഫിക്കേഷൻ കൂടി വരാനുണ്ട്. അത് ഏതാണെന്ന് ചോദിച്ചാൽ, നമ്മൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൽ തുടങ്ങി നീണ്ടു നിൽക്കുന്ന മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറി വരെയുള്ള നോട്ടിഫിക്കേഷൻ ആണ് സാധാരണ RRB നടത്താറുള്ളത്. അതിലെ ഈ പറയുന്നത് പോലെ ബാക്കിയുള്ള എല്ലാ നോട്ടിഫിക്കേഷനും വന്നു. അതിന്റെ പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ പരീക്ഷ ഉടനെ ഉണ്ടാകുമെന്നുള്ള വിവരം കൂടി നമ്മൾ അറിയുകയും ചെയ്തു. തൊട്ടടുത്ത ടെക്നീഷ്യനും അതേപോലെ തന്നെ സെക്ഷൻ കൺട്രോളർ ഉൾപ്പെടെയുള്ള ജൂനിയർ എഞ്ചിനീയർ പോലെയുള്ള പരീക്ഷകളുടെയൊക്കെ ഡേറ്റുകൾ ഉടനെ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അപ്പൊ ഇനി 2025 ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ ഇതുവരെയും വന്നിട്ടില്ല. എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായിട്ട് നമ്മളത് ഒക്ടോബർ ഡിസംബറോടുകൂടി നമ്മൾ പ്രതീക്ഷിച്ചൊരു നോട്ടിഫിക്കേഷനാണ്. ആ ഒക്ടോബർ ഡിസംബറോടുകൂടി, അപ്പൊ ഡിസംബർ അവസാനത്തോടു കൂടി നമ്മുടെ മുമ്പിലേക്ക് ആ നോട്ടിഫിക്കേഷൻ വരും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഇതിനിടയിലാണ് നമ്മുടെ മുമ്പിലേക്ക് ഈ 10ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ, IT യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവിടെ ഇടയിൽ ഒരു കേസൊക്കെ വരികയും അത് പിന്നീട് സുപ്രീം കോടതി, നമ്മൾ ഈ പറയുന്ന പോലെ ഹൈക്കോടതി വിധിയും ക്യാറ്റിന്റെ വിധിയുമായിട്ടൊക്കെ കുറേ ദിവസങ്ങൾ അങ്ങനെ പോയി അവസാനം വിധി വന്നപ്പോൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാമെന്നുള്ള രീതിയിൽ വിധി വരികയും നമ്മൾ 2024 അപ്ലൈ ചെയ്ത ഈ പറയുന്ന ഗ്രൂപ്പ് ഡി പരീക്ഷ വൃത്തിയായിട്ട് എഴുതുകയും നമ്മൾ ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നവരാണ്. 2025 ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ എന്തായാലും വിധി വന്ന പശ്ചാത്തലത്തിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. അങ്ങനെ 2025 എല്ലാ നോട്ടിഫിക്കേഷനും ഇതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പൊ 2025 ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ 2024 നോട്ടിഫിക്കേഷൻ നമുക്ക് എന്ത് പാളിച്ചകളാണോ സംഭവിച്ചത് അതൊന്നും ആവർത്തിക്കാതിരിക്കേണ്ടത് നമ്മുടെ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ പരീക്ഷകൾക്ക് ഏറ്റവും നിർണായകമായ ഒരു ഘടകമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുത്തു, ആ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തു, ആ പരീക്ഷ നമ്മൾ എഴുതി മാറി. അവിടെ സ്വാഭാവികമായിട്ടും നമ്മൾ പരാജയം സംഭവിക്കാം. അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെ ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടാണ് അവസാനം നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത്. അല്ലാതെ ഒരു പരീക്ഷ എഴുതി പെട്ടെന്ന് വിജയിക്കുക എന്ന് പറഞ്ഞത് അസാധ്യമായ ഒരു കാര്യമാണ്. അപ്പൊ മത്സര പരീക്ഷകളുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഉദ്യോഗാർത്ഥി ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ഒരു യാത്രയിൽ ചിലപ്പോഴൊക്കെ പരാജയപ്പെട്ടു പോയേക്കാം. പക്ഷേ അവിടെയും നമ്മൾ ആ പരാജയം അവസാന വാക്കല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് അവസാനം വിജയത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്നത്.
അപ്പൊ അതുകൊണ്ട് അടുത്ത ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ, അതായത് 2025 നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് ദിവസം കൂടി കാത്തിരിക്കുക. അതിനുള്ളിൽ തന്നെ എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും. അത് 10ാം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ടും ITI യോഗ്യത ഉള്ളവർക്ക് മറ്റൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് നമ്മുടെ മുമ്പിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ കൂടി വരും. അങ്ങനെ 2025 എന്ന് പറയുന്ന വർഷം നമ്മളിൽ നിന്നും അവസാനിക്കും. അപ്പോൾ നമ്മുടെ മുമ്പിലെ 2025 മറ്റൊരു ഗ്രൂപ്പ് ഡി പരീക്ഷ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ കഴിഞ്ഞ പരീക്ഷയിൽ നമുക്ക് പറ്റിയ തെറ്റുകൾ ഇനി ആവർത്തിക്കാൻ പാടില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 1. 2, 2026 നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ എടാ കുഞ്ഞുങ്ങളെ, എല്ലാ പരീക്ഷകളുടെയും നോട്ടിഫിക്കേഷൻ കണ്ടോ, കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഒരു ഫെബ്രുവരി മാസം പ്രതീക്ഷിക്കാം, 2026. ടെക്നീഷ്യൻ മാർച്ചിൽ പ്രതീക്ഷിക്കാം. സെക്ഷൻ കൺട്രോളർ ഏപ്രിലിൽ പ്രതീക്ഷിക്കാം. താഴോട്ട് വരുമ്പോൾ നമ്മുടെ NTPC പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ ഓഗസ്റ്റിൽ പ്രതീക്ഷിക്കാം. അതേപോലെ ഏറ്റവും അവസാനം ഈ പറയുന്ന ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഒക്ടോബറോട് കൂടി നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. അപ്പോൾ പരീക്ഷകൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും. ഇന്ന സമയത്ത് ഇത് വിളിക്കപ്പെടും, അവിടുന്ന് ഇത്ര കാലയളവിനുള്ളിൽ പരീക്ഷ നടക്കും. അതുകൊണ്ട് നമ്മൾ ആഡ് ഓൺ ആയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. സോ അതുകൊണ്ട് ഈ പറയുന്ന എല്ലാ സാധ്യതകളും വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് RRB തുറന്നു വെക്കുകയാണ്. PSC പരീക്ഷകൾ പോലെ തന്നെ അവസരങ്ങളുടെ വർഷമായിട്ട് ചരിത്രം രേഖപ്പെടുത്തുകയാണ് RRB കൂടി. 2025, 2026 എന്ന് പറയുന്ന 2025 കടന്നുപോയി 2026 നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ സർക്കാർ ജോലി എന്ന് പറയുന്ന നമ്മുടെ ലക്ഷ്യം അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നമുണ്ടല്ലോ, അത് യാഥാർത്ഥ്യമാക്കുവാനുള്ള ഒരുപാട് അവസരങ്ങളാണ് RRB നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ഇതൊക്കെ കൃത്യമായിട്ട് വിനിയോഗിച്ചുകൊണ്ട് നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ദൗത്യമാണ്. എങ്ങനെയാണ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടത്, ഏത് രീതിയിലാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് എന്നതുൾപ്പെടെയുള്ള ഒരു 2-3 വെബിനാറുകൾ നമ്മൾ ഓൾറെഡി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്നും നമ്മൾ ഇനി അങ്ങോട്ട് 1-2 വെബിനാർ കൂടി കണ്ടക്ട് ചെയ്യാം. എന്നിരുന്നാലും മക്കളെ, നമ്മൾ ഒരു കാരണവശാലും സമയം കളയാൻ പാടില്ല. സമയം വിലപ്പെട്ടതാണ്. ഇന്ന് നമ്മുടെ മുമ്പിൽ നിന്നും കടന്നു പോകുന്ന ഈ ഒരു ദിവസം ഇനി നമ്മുടെ മുമ്പിലേക്ക് തിരിച്ചു വരത്തില്ല. അപ്പൊ നമ്മൾ പാഴാക്കി കളയുന്ന ഓരോ ദിവസങ്ങളും അത് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് വിനിയോഗിച്ചുകൊണ്ട് വലിയ പ്രതീക്ഷയോടുകൂടി പഠിച്ച് മുമ്പോട്ട് പോകുന്നവൻ 2026, 2027 സർവീസിലെത്തും. നിങ്ങൾ ഒരുപാട് നാൾ കാത്തിരിക്കേണ്ട. പരീക്ഷ നന്നായിട്ട് എഴുതുക, നല്ല മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ കുറച്ച് ദിവസം കൂടി കാത്തിരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് അഡ്വൈസ് വരും. PSC പരീക്ഷകളിൽ പോലെ നിങ്ങൾ കാലാകാലങ്ങൾ നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ലിസ്റ്റ് വന്നു, പിന്നെ ഷോർട്ട് ലിസ്റ്റ് വന്നു, അങ്ങനെയൊന്നുമില്ല. പടപടാ കാര്യങ്ങൾ നടക്കും. അതുകൊണ്ടാണ് RRB പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികൾ തയ്യാറെടുക്കുന്നത്. പുതിയ പേ കമ്മീഷൻ നിലവിൽ വരുന്നു. വലിയ ശുഭാപ്തി വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. വലിയ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ മുമ്പോട്ട് പോകണം. കാരണം ഇത്തരത്തിൽ കിട്ടുന്ന വലിയ അവസരങ്ങൾ പിന്നീട് നമുക്ക് തുടർന്നും കിട്ടത്തില്ല എപ്പോഴും. അപ്പൊ അതുകൊണ്ട് വലിയ അവസരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് തുറന്നു വെക്കുമ്പോൾ നിങ്ങൾ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഭംഗിയായിട്ട് തയ്യാറെടുക്കണം എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ NTPC പരീക്ഷകൾ അപ്ലൈ ചെയ്തവരാണ്, ഇനി വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പോകുന്നവരാണ്. അങ്ങനെ റെയിൽവേ നടത്തുന്ന എല്ലാ പരീക്ഷകളുടെയും സിലബസ് സെയിം ആയതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട വിഷയങ്ങൾ ഞാൻ പറഞ്ഞ വിഷയങ്ങൾ മാത്രമാണ്. ഏതൊക്കെയാണ്? മാത്സ്, അതേപോലെ റീസണിങ്, അതേപോലെ സയൻസ്, അതേപോലെ ജനറൽ GK. ഈ 4 സബ്ജക്റ്റുകൾ മാത്രം പഠിച്ചാൽ മതി. മാർക്കിന്റെ വേരിയേഷൻ മാത്രമാണ് NTPC ആണെങ്കിലും അതേപോലെ ഗ്രൂപ്പ് ഡി പരീക്ഷകളാണെങ്കിലും അല്ലെ ലോക്കോ പൈലറ്റ് ആണെങ്കിലും മാറ്റം വരുന്നത്. അല്ലാതെ ഈ 3 പരീക്ഷകളായിരിക്കും കോമൺ ആയിട്ട് എല്ലാവരും എഴുതുന്നത്. ലോക്കോ പൈലറ്റിന്റെ എക്സാം ഉണ്ട്, അതുപോലെ NTPC പരീക്ഷകളുണ്ട്, ഗ്രൂപ്പ് ഡി ഉണ്ട്. ഇത് 3 നിങ്ങൾ ഫോക്കസ് ചെയ്ത് നോക്കിക്കേ, സിലബസ് സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് കിട്ടുന്ന സമയം
നിങ്ങളിപ്പം ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരായിക്കോട്ടെ, NTPC പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ ആ സിലബസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിച്ച് മുമ്പോട്ട് പോവുകയാണ്. അതേ ടോപ്പിക്കുകൾ തന്നെയാണ് നമ്മുടെ ലോക്കോ പൈലറ്റിന്റെ എക്സാമിന്റെ പരീക്ഷയ്ക്കും, അതേ സിലബസ്, അതേ ഒരു മാറ്റവും ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, പരീക്ഷകളുടെ റെയിൽവേ പരീക്ഷകളുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഒരു സമയവും പാഴാകത്തില്ല എന്നുള്ളതാണ് വസ്തുത. ഓരോ പരീക്ഷകളും നിങ്ങൾ ഈ പരീക്ഷകളുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ആ സമയങ്ങളൊന്നും ഒരിക്കലും പാഴാകത്തില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിലുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും മികച്ച ക്ലാസ്സുകളുമായിട്ട് നമ്മൾ മികച്ച മെന്റർഷിപ്പോടുകൂടി പുതിയ NTPC ബാച്ചുകളും തുടർന്ന് ഗ്രൂപ്പ് ഡി ബാച്ചുകളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. സിലബസ് സെയിം ആണ്. നന്നായിട്ട് പഠിച്ചുകൊണ്ട് ഈ പറയുന്ന കഴിഞ്ഞ 2-3 വർഷത്തെ ചോദ്യപേപ്പറൊക്കെ എടുത്തു വെച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയി എഴുതി പഠിച്ച് മോക്ക് എക്സാമ്പിൾ എഴുതുവാണെന്നുണ്ടെങ്കിൽ 2026 നടക്കാൻ പോകുന്ന NTPC ഗ്രൂപ്പ് ഡി പരീക്ഷകൾ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. സോ അതിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും പുതിയ ബാച്ചുകൾ നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്നത്. സോ ഇത്തരം സാധ്യതകൾ നിങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ പിന്നീട് തിരിച്ചു വരത്തില്ല. സോ ഓരോ അവസരങ്ങളും നമ്മുടെ ഓരോ പ്രതീക്ഷകളാണ്. സോ അത്തരം അവസരങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഗോളാക്കി മാറ്റിയെടുക്കുന്നത് നിങ്ങൾ നിർണായകമായി ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാ പ്രതീക്ഷകളുമായിട്ട് നമുക്ക് മുമ്പോട്ട് ട്രെയിൻ കയറേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പുതിയ ബാച്ചുകളിലേക്ക് അഡ്മിഷൻ എടുക്കുവാൻ ആ ബോർഡ് നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. നിങ്ങളൊരു മെന്റർ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും. ഓരോ ദിവസവും എന്താണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യം കൃത്യമായിട്ട് നേരത്തെ അസൈൻ ചെയ്തു തരും. ആ രീതിയിൽ പഠിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകണം. അത് തന്നെയാണ് ചെയ്യേണ്ടത്. സോ അത് തന്നെയായിരുന്നു നമ്മുടെ കഴിഞ്ഞ ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ ഏറ്റവും മികച്ച ഫീഡ്ബാക്കുകളും അത് തന്നെയായിരുന്നു. സോ എല്ലാ സാധ്യതകളും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകണമെന്ന് ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ അപ്ഡേറ്റുകളുമായിട്ട് പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് അടുത്ത മറ്റൊരു സെഷന് വീണ്ടും കാണാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങളുടെ RRB പരീക്ഷകൾ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇത്തരം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു സെഷന് വീണ്ടും കാണാം. ബൈ.